ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഫാസ്റ്റ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ എർത്തിങ് ഒരു സംഭവമല്ല. അതായത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് എർത്തിങ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയേക്കാളും കുറച്ച് ഉള്ളതാണെങ്കിലും നമ്മൾ ഒരു പുതിയ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വയറിങ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു എർത്തിങ് എന്ന് പറയുന്നൊരു സംഭവം അല്ല. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ബി ക്ലാസ് 50 mm പൈപ്പിൻ്റെ ഹോളിട്ട ഭാഗങ്ങളിലൊക്കെ സിങ്ക് സ്പ്രേ ചെയ്യുന്നതാണ്. സിങ്ക് സ്പ്രേ ബോട്ടിൽ എവിടെ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഏകദേശം 2 മീറ്ററിൻ്റെ അടുത്ത് നീളമുള്ള ബി ക്ലാസ് GI പൈപ്പാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് താഴ്ഭാഗത്തായിട്ട് വെള്ളം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്, സൈഡുകളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് 1 2 അല്ലെങ്കിൽ അതിലധികമോ ഹോളുകൾ ഇടാം. മുകളിലിട്ട് നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ട് കോപ്പർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഒരു എർത്തിങ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഒരു എർത്തിങ് സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് ഒരു എർത്തിങ്ങിൽ കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഴി എടുത്തിട്ടുണ്ട്. ഏകദേശം 2 മീറ്ററിൻ്റെ അടുത്ത് തന്നെ താഴ്ചയുള്ളൊരു കുഴിയാണ്. ഇതാണ് നമ്മുടെ മീറ്റർ ബോർഡിൻ്റെ അവിടെ പഴയൊരു എർത്തിങ് 2 കമ്പി അവിടെ അടിയിലേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സിങ്ക് സ്പ്രേ. ഇത് ഏകദേശം 350 രൂപയോളം വരും. സാധാരണ നമ്മളെ ഈ പെയിൻറ്റ് കടകളിലും എല്ലാം കിട്ടും. അതായത് ഇത് പെയിൻ്റ് അല്ല, ഇത് സിങ്കാണ് സ്പ്രേ ചെയ്യുന്നത്. നമ്മൾ എർത്തിങ്ങിന് ആവശ്യമായിട്ടുള്ള എർത്തിൻ്റെ മെയിൻ ഹോൾ കവർ, അതോടൊപ്പം കരി, എർത്ത് കോമ്പൗണ്ട്. അപ്പോൾ ആ എർത്ത് കോമ്പൗണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന സാധാരണ കണ്ടിരിക്കുന്ന എർത്ത് കോമ്പൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മൾ കുഴി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ ഘട്ടമായിട്ടുള്ള മണ്ണ് മാറ്റിയിടുക. ഏകദേശം ഒരു 60 സെൻറ്റിയിലുള്ള മണ്ണുകൾ മാറ്റിയിടുകയാണെങ്കിൽ നമ്മൾ എർത്ത് കോമ്പൗണ്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മൾ കുഴിയിലേക്ക് ഇടുക. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ആ പ്രവർത്തനത്തിന്, അതേപോലെ തന്നെ എഫിഷ്യൻ്റായിട്ടുള്ള ലോ റെസിസ്റ്റിവിറ്റി കിട്ടാൻ സഹായിക്കും. പുതിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ പർപ്പസ് സപ്ലൈ നമ്മൾ കണക്ഷൻ അപേക്ഷിക്കുന്ന സമയത്ത്, അപ്പോൾ അതായത് നമ്മളെ തറകെട്ട് കെട്ടാനുള്ള ആ കുഴിയെടുക്കാനൊക്കെ JCB വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് എർത്ത് പിറ്റ് ആ സമയത്ത് തന്നെ സജ്ജമാക്കി ആ എർത്ത് പിറ്റ് തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാനുള്ള ഒരു രീതി ആക്കുന്നതാണ് എപ്പോഴും നല്ലൊരു മെത്തേഡ്. ഇവിടെ നമ്മൾ ആദ്യം ഉപ്പിട്ടു, അതിനുശേഷം കോമ്പൗണ്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത ആ മിക്സ് കുഴിയിലേക്ക് ഇട്ടു. അതിനുശേഷം ഒരു ലെയർ കരി ഇട്ടു. അപ്പോൾ കരി നമുക്ക് മരക്കരി അല്ലെങ്കിൽ നമ്മൾ ചിരട്ട കത്തിച്ചിട്ടുള്ള കരിയാണെങ്കിലും നല്ലതാണ്. ഏറ്റവും നല്ലത് മരക്കരി തന്നെയാണ്. അത് ഓരോ ഘട്ടമായിട്ട് ഓരോ ലെയറായിട്ട് ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതായത് ഉപ്പ്, പിന്നെ മിക്സ് ചെയ്ത കോമ്പൗണ്ട്, മണ്ണുമായിട്ട് മിക്സ് ചെയ്ത കോമ്പൗണ്ട്, അതിനുശേഷം കരി, വീണ്ടും ഉപ്പ്. ആ ഒരു രീതിയിലാണ് ലെയറുകളായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 2 എർത്തിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2 പിറ്റുകളും തമ്മിൽ ഒരു ഇൻ്റർലിങ്ക് നിർബന്ധമായിട്ട് വെക്കണം. അതോടൊപ്പം ആ ഇൻ്റർലിങ്ക് ചെയ്യുന്ന കോപ്പർ ഏകദേശം മാക്സിമം നമ്മളൊക്കെ എത്രത്തോളം താഴ്ചയിൽ കൊണ്ടുപോകാൻ പറ്റണം, 1 മീറ്റർ അല്ലെങ്കിൽ അതിന് കൂടുതലോ താഴ്ചയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ എർത്തിങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എർത്തിങ് തന്നെ നമുക്ക് നമ്മളവിടെ ഉപയോഗിക്കുന്ന എല്ലാ സിസ്റ്റത്തിനും ഉപയോഗപ്പെടുത്താം. ഒരു SBT വെക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എർത്തിങ് ആവശ്യം വരികയാണെങ്കിൽ ഈ ഒരു എർത്തിങ് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു നല്ലൊരു എർത്തിങ്ങിലേക്ക് തന്നെ നമുക്ക് അല്ലാതും കണക്ട് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മുടെ എർത്ത് പിറ്റിൻ്റെ ബാക്ക് ഫില്ലിങ് കഴിയാറായി. ബാക്ക് ഫില്ല് നമുക്ക് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ നനയ്ക്കണം. കാരണം നമുക്ക് അതിന് മുകളിൽ നമുക്ക് കട്ട കെട്ടി അതോടൊപ്പം അതിൻ്റെ മെയിൻ എർത്തിൻ്റെ പിറ്റിൻ്റെ കവറും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഇട്ട നമ്മുടെ ആ മണ്ണും അതോടൊപ്പം കരി സംഭവങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ പിന്നീട് താഴ്ന്നു പോകാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ കട്ട വെച്ച് കെട്ടുന്ന ആ സംഭവം കുറച്ച് നാളുകൾ ശേഷം അത് ഇളകി പോകാൻ ഇടയാവും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്യുന്ന പുതിയ വീടുകൾക്കെല്ലാം എർത്തിങ്ങിൻ്റെ സിസ്റ്റം തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ വീട് പണിയുന്നു, അതിന് ശേഷം സോളാറ്, അതോടൊപ്പം SPD അങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുപാട് എർത്തിങ് ഇൻസ്റ്റാളേഷനുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ 2 എർത്തിങ് ചെയ്ത് നമ്മുടെ മീറ്റർ ബോർഡിൻ്റെ അടുത്തോ കുറച്ച് ഹൈറ്റിലായിട്ട് ഒരു എർത്തിങ്ങിന് ഒരു ബെഞ്ച് അല്ലെങ്കിൽ എർത്ത് ബാറ് കണക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഇനി മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഇനി വരുമ്പോഴും ഈ എർത്തിങ് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കുറച്ച് ലെങ്ത്ത് കൂടുതലുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ കസ്റ്റമർ എർത്തിങ്ങിൻ്റെ പ്രാധാന്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല രീതിയിൽ നമ്മൾ ചെയ്താലുള്ള ബെനിഫിറ്റും ഒരു വട്ടം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിവരങ്ങളും അവരെ ധരിപ്പിക്കേണ്ടത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാരായ നമ്മുടെ കടമയാണ്. കൂടാതെ എർത്തിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും നമുക്ക് അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഏതൊക്കെ മെയിൻ്റനൻസുകളാണ് വീട്ടുടമസ്ഥന് ചെയ്യാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ അവർക്കൊരു ഷെഡ്യൂളായിട്ട് റിപ്പോർട്ടായിട്ട് എഴുതി കൊടുക്കുക. അത്തരം കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ തന്നെ ഇതിലിപ്പോൾ എർത്തിങ്ങിന് എന്തെല്ലാം രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, വെള്ളം ഒഴിക്കേണ്ട സമയങ്ങൾ, ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഷെഡ്യൂളായിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഇൻസ്റ്റാളേഷന് ഒരു PPM പോലെ, അതായത് പ്ലാനഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പോലെ തന്നെ വീട്ടുകാരന് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട് പണിയുമ്പോൾ ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് JCB വരുന്ന സമയത്ത് തന്നെ എർത്ത് ബിറ്റ് സജ്ജമാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതൊരു പ്രാക്ടിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്നിരുന്നാലും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു എൻജിനീയർ, ഒരു കോൺട്രാക്ടറിന്, അതായത് നമ്മുടെ ഫിനിഷിങ് ഗ്രൗണ്ട് ലെവൽ എത്ര വരും എന്നുള്ളത് കറക്റ്റായിട്ട് ബോധ്യമുള്ള എൻജിനീയേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ 2 എർത്ത് ബിറ്റിൽ തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസും അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ മെയിൻ എർത്തും കൊള്ളിക്കാൻ പറ്റും. ശരിയായിട്ടുള്ള ഒരു എർത്തിങ് ചെയ്താലുള്ള ബെനിഫിറ്റും കാര്യങ്ങളും വ്യക്തമായിട്ട് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.